ഈ കേരളത്തിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിലാണ് കോൺഗ്രസിനകത്ത് ഇപ്പോൾ വലിയ ചർച്ച നടക്കുന്നത്. ഈ ഫലം വന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പൊതുവെ ഒരു UDFന് ഒരു അനുകൂല സാഹചര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്കൊക്കെ കോൺഗ്രസ് നീങ്ങിയത്. എന്തായാലും ഹൈക്കമാൻഡിൻ്റെ ഇടപെടൽ ഇതിനകത്തുണ്ടാകും. ഇത്തരത്തിലുള്ള ചർച്ചകൾ ആവശ്യമില്ല എന്നും വളരെ മുമ്പേ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസിൽ ഇപ്പോൾ വലിയ കലഹത്തിലേക്ക് അത് മാറിയിരിക്കുകയാണ്. ആരാകും മുഖ്യമന്ത്രി? VD സതീശനോ ചെന്നിത്തലയോ നീ KC വേണുഗോപാലോ എന്നുള്ളതാണ്. ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് വോട്ട് ചെയ്ത വോട്ടർമാരായിരിക്കും ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷത്തെ പിണറായി സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരായ ഒരു ജനവിധിയാണ് കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ, കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കോൺഗ്രസ് വരുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല, ഭൂരിപക്ഷം ലഭിക്കുന്നു, പക്ഷേ അങ്ങനെ വരികയാണെങ്കിൽ തന്നെ അത് ഗവൺമെൻറ്റിനെതിരായ ഒരു ജനരോഷമാണ്. അപ്പോൾ അത് ആ തരത്തിൽ സീരിയസ് ആയിട്ട് സ്വീകരിക്കുന്നതിന് പകരം തിരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ ജെന്യുവിനായിട്ടുള്ള ജനകീയ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്തില്ല. ആദ്യം സുധാകരന്മാരുടെ ചർച്ചകളായിരുന്നു, അതിനുശേഷം ഡീലിനെ കുറിച്ചുള്ള ചർച്ചകളായിരുന്നു, പിന്നെ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ പേരിടുന്നതിനെ കുറിച്ചും ആണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഈ 4-ാം തീയതി വരെ കാത്തിരിക്കാവുന്നല്ലോ, അല്ലെങ്കിൽ ആന്തരികമായ ഇൻറ്റേർണലായിട്ട് ഒരു പാർട്ടിക്ക് ചെയ്യാം അത്തരം ചില നടപടിക്രമങ്ങൾ പാർട്ടിയുടെ അകത്ത് ചെയ്യാം. തിരഞ്ഞെടുപ്പ് സമയത്ത് ഒന്നുകിൽ അവർ മുൻകൂട്ടി പ്രഖ്യാപിക്കണം, അല്ലെങ്കിൽ അത് ചെയ്യണം. ഇതിപ്പോൾ നമ്മളെല്ലാം വിഡ്ഢികളാക്കുന്ന തരത്തിലേക്ക് പോവുകയാണ്. യഥാർത്ഥത്തിൽ ഈ ചർച്ചയുടെ ഉറവിടം നമ്മൾ പറയുന്ന ഹൈക്കമാൻഡ് എന്ന് ഇന്ന് നമ്മൾ കോൺഗ്രസ് അങ്ങനെ ഹൈക്കമാൻഡ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കേരളത്തിലെ വേണുഗോപാലും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും അവരുടെ കുടുംബവുമാണ് ഹൈക്കമാൻഡ്. അല്ലാതൊരു വേറൊരു പഴയ കാലത്ത് കരുണാകരൻ്റെ സമയത്ത്, നരസിംഹറാവുവിൻ്റെ സമയത്തൊക്കെ ഉള്ളത് ഒരു ഹൈക്കമാൻഡ് അല്ല ഇപ്പോഴത്തെ ഹൈക്കമാൻഡ്. അപ്പം ഇന്നത്തെ ഹൈക്കമാൻഡിൽ പ്രധാന റോൾ വഹിക്കുന്ന KC വേണുഗോപാലാണ് ഇതിലെ ഒരു കക്ഷി. അദ്ദേഹം നേരിട്ട് പറയുന്നില്ല, അദ്ദേഹത്തിന് വേണ്ടി പറയുന്നു എന്നുള്ളത്. അപ്പം നമുക്കറിയാമല്ലോ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് ചില പേരുകൾ ഉയർന്നു വരുന്നത്. പലരും ഇങ്ങനെ TV ചാനലിലൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് മണ്ഡലത്തിൽ സാധ്യതാ സ്ഥാനാർത്ഥികളുടെ പേര് 2-3 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ പലപ്പോഴും കോൺഗ്രസിലെ നേതാക്കൾ വിളിച്ച് പറയും, എൻ്റെ പേരും കൂടെ അതിനകത്ത് പറയണേ. ആ തരത്തിൽ ഒരു കോൺഗ്രസ് കൾച്ചർ ഉള്ളതാണ്. അപ്പം ഇവിടെ ആദ്യം നമ്മൾ VD സതീശൻ 100 സീറ്റിലധികം നേടി മുഖ്യമന്ത്രിയാകുമെന്നുള്ള ഒരു ഇതിലായിരുന്നു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും VD സതീശൻ വിജയിച്ചതായിട്ട് അങ്ങ് മാറി. മാത്രമല്ല അദ്ദേഹം 100 സീറ്റില്ലെങ്കിൽ വനവാസത്തിലേക്ക് പോകുമെന്ന് പ്രഖ്യാപിച്ച ആ ഒരു ഓവർ കോൺഫിഡൻസിലായിരുന്നു. പക്ഷേ ക്രമേണ ഈ ഓവർ കോൺഫിഡൻസ് മാറി. കാരണം 6-7 ജില്ലകൾക്കപ്പുറം കോൺഗ്രസിന് നേട്ടമുണ്ടാക്കില്ല പഞ്ചായത്തിൽ. മൊത്തത്തിലെടുക്കുമ്പോൾ നമുക്ക് കോൺഗ്രസിന് വിജയമെന്ന് പറഞ്ഞാലും 2010 ആണ് കേരള ചരിത്രത്തിൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ത്രിതല പഞ്ചായത്തിൽ വിജയമുണ്ടായത്. പക്ഷേ 11 തിരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്കും അതുണ്ടായില്ല. വെറും 2 സീറ്റാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് വരുന്നത്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ 2010 വിജയം പോലും ഉണ്ടായിട്ടില്ല. ചില മേഖലകളിലുണ്ടായി. കാരണം അതാണ് പറഞ്ഞ 6-7 ജില്ലകളിൽ ഉണ്ടായി, വലിയ 7 ജില്ലകളിൽ ഉണ്ടായിട്ടുമില്ല. അപ്പോൾ നമ്മൾ ഈ വിഷയം ഒരുപാട് ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ആദ്യം വന്നത് സുധാകരൻ തന്നെയാണ്. ആദ്യമായിട്ട് രമേശ് ചെന്നിത്തലയുടെ പേര് മുന്നിൽ വയ്ക്കുന്നത്. അപ്പം ഒരു ദിവസം മാധ്യമ ചർച്ചകളൊക്കെ അങ്ങനെ രമേശ് ചെന്നിത്തലയും VD സതീശനും 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായിട്ട് വന്നു. മറ്റൊരുപാട് മുഖ്യമന്ത്രിയാകാൻ കാത്തു നിൽക്കുന്ന ഒരുപാട് പേര് പുറകിലുണ്ട്. അവരുടെ പേര് മുന്നിൽ വന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അവർക്ക് മുഖ്യമന്ത്രിയായാൽ കൊള്ളാമെന്നുണ്ട്. കോൺഗ്രസിനകത്ത് ഒരുപാട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾക്ക് ഒരു ദാരിദ്ര്യമില്ലാത്ത പാർട്ടിയാണ്. അത് ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും അവിടെ ഇഷ്ടം പോലെ ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെ ആ സാഹചര്യത്തിൽ വരുമ്പോഴത്തേക്കും അതേ ഉറവിടത്തിൽ നിന്ന് തന്നെയാണ് പുതിയ പേര് വരുന്നത്, KC വേണുഗോപാലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ന്യായീകരണം എന്ന് പറയുന്നത് വളരെ കാര്യക്ഷമമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇരുത്തം വന്ന നേതാവാണ് ചെന്നിത്തല. പക്ഷേ ഇന്നത്തെ മുന്നണി രാഷ്ട്രീയത്തിൽ ചടുലമായി കാര്യങ്ങൾ നയിക്കുന്നതിന് വേണ്ടിയിട്ട് KC വേണുഗോപാലിനെ കൊണ്ടുവരണം എന്നുള്ള ഈ ഒരു നമ്മൾ സാധാരണ ഇതിലൊരു പൊളിറ്റിക്കൽ ഡിബേറ്റിന് ഉപയോഗിക്കുന്ന ഭാഷയല്ല നമ്മൾ ഇതിലെല്ലാം പറയുന്ന ന്യായീകരണങ്ങൾ. അത് നമ്മൾ ഒരർത്ഥത്തിൽ കേരളത്തിൽ ആരൊക്കെയാണോ ഈ UDFന് വോട്ട് ചെയ്തത് അവരെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മന്ത്രത്തിൽ. ഇതിൽ ഞാൻ കാണുന്നത് KC വേണുഗോപാൽ തന്നെ കേരളത്തിൽ മുഖ്യമന്ത്രി ആവാനാണ് സാധ്യത. ഇനി അതിനു മുമ്പ് ആരെങ്കിലും മുഖ്യമന്ത്രി ആയാലും താമസിയാതെ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായിട്ട് മാറും.
പക്ഷെ ഒരു പ്രശ്നം വരുന്നത് ആലപ്പുഴയിൽ വീണ്ടും കോൺഗ്രസ് ജയിക്കുമോ എന്നുള്ളതാണ്. പിന്നെ മുസ്ലിം ലീഗ് ഉള്ളത് കൊണ്ട് അവർക്ക് മലപ്പുറം ജില്ലയിൽ നിന്ന് എ കെ ആന്റണി അങ്ങനെ മലപ്പുറത്ത് നിന്ന് ജയിച്ചിട്ടുണ്ട്. അതുപോലെ വേണമെങ്കിൽ മലപ്പുറത്ത് നിന്ന് കോൺഗ്രസിന് ജയിക്കാൻ കഴിയും. അങ്ങനെ ആയിരിക്കും വേണുഗോപാൽ പക്ഷേ വരികയാണെങ്കിൽ. മുസ്ലിം ലീഗ് ഒരു KCക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടിലായിരിക്കും. അല്ല, KC വേണുഗോപാൽ മുന്നിൽ വരുന്നെങ്കിൽ അത് രാഹുൽ ഗാന്ധിയുടെ പൂർണ്ണ പിന്തുണയിലായിരിക്കും. അപ്പൊ രാഹുൽ ഗാന്ധിയുടെ പൂർണ്ണ പിന്തുണയിലുണ്ടെങ്കിൽ അത് ഒരു മുസ്ലിം ലീഗ് ചോദ്യം ചെയ്യാൻ സാധ്യതയില്ല. അപ്പം KC വേണുഗോപാൽ എന്തായാലും ഇവിടുത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ നിന്ന് മത്സരിച്ചല്ലല്ലോ വരുന്നത്. KC വേണുഗോപാൽ ഇവിടുത്തെ ഗ്രൂപ്പ് പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കേന്ദ്രത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും എന്തായാലും ഇവിടെ സ്വീകരിക്കപ്പെടേണ്ടി വരും. അപ്പം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് 5 മന്ത്രിയോ 6 മന്ത്രിയോ ഉപമുഖ്യമന്ത്രിയോ ഒക്കെ കൊണ്ട് അവർ തൃപ്തിപ്പെടണം. ഈ വിഷയത്തിൽ അവർ ഇടപെടാൻ സാധ്യത, കാരണം ലീഡിംഗ് പാർട്ടിക്ക് അതിൻ്റെ അവകാശമുണ്ട് എന്നുള്ളൊരു മുന്നണി മര്യാദ അവർ പാലിക്കുമായിരിക്കും. പക്ഷേ ഇന്ന് ഈ പരസ്യമായി വിഴുപ്പലക്കൽ വരുമ്പോഴാണ് പലപ്പോഴും ഇതിന് വോട്ട് ചെയ്തവർ. ഞാൻ വിശ്വസിക്കുന്നത് UDF ഗവൺമെൻറ് വന്നതിന് ശേഷമായിരിക്കും നമ്മൾ കേരളത്തിൽ UDF ഗവൺമെൻറ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരുപക്ഷെ കേരള ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് പിണറായി വിജയനായിരിക്കും. കാരണം അപ്പോഴും നമുക്കൊന്ന് പിണറായി വിജയൻ സർക്കാർ ഇതിനേക്കാളും ഭേദമാണ് എന്നൊരു തോന്നലുണ്ടാവും. ഇന്ന് പിണറായിക്കെതിരെ വോട്ട് ചെയ്തവർക്ക് ഈ തോന്നലുണ്ടാവും. കാരണം ഈ തമ്മിലടിയും ഈ തരത്തിലുള്ള പരസ്യമായ വിഴപ്പിലക്കലും ഗ്രൂപ്പ് വടംവലികളും അതിലുള്ള ആ ഗ്രൂപ്പ് വടംവലികൾക്ക് തെറ്റില്ല. ഇത് നാടകമുണ്ട് ഇതിൻ്റെ പുറകിൽ. അതായത് KC വേണുഗോപാൽ ഒരു സീനിയർ നേതാവാണ്, ജനറൽ സംഘടനാ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു കമാൻഡ് കൊടുക്കാമായിരുന്നു, 4-ാം തീയതി വരെ ആരും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ പാടില്ല, മാത്രമല്ല എൻ്റെ പേര് ആവശ്യമില്ലാതെ വലിച്ചിഴയ്ക്കാനും പാടില്ല. അദ്ദേഹം ഒരു സീനിയർ നേതാവാണ്, ഇന്ന് ഒഫീഷ്യലി സീനിയർ നേതാവാണ്, അദ്ദേഹത്തിൻ്റെ ഹൈക്കമാൻഡ് പ്രതിനിധിയാണ്. അപ്പോൾ അദ്ദേഹം മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ വലങ്കായി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ നാടകങ്ങൾക്കൊന്നും ഇടവരുത്താതെ മാന്യമായിട്ട് ഒരു കമാൻഡ് കൊടുക്കണമായിരുന്നു, നിങ്ങൾ ചർച്ചയിൽ എൻ്റെ പേര് ആവശ്യമില്ലാതെ വലിച്ചിഴക്കും. പക്ഷെ അദ്ദേഹം അത് ചെയ്യുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പേര് ചർച്ച ചെയ്യപ്പെടാൻ അദ്ദേഹം തന്നെ അവസരം ഒരുക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം ഇത് തള്ളിപ്പറയാത്തത്. അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ കേരളത്തിലെ UDF അവരുടെ അനുഭവത്തിൽ നിന്നൊന്നും പഠിക്കുന്നില്ല. കോൺഗ്രസിൻ്റെ പരാജയങ്ങളിൽ നിന്നൊന്നും പഠിക്കും. ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിൽ 10 വർഷം വെയിൽ കൊണ്ട് 2 തിരഞ്ഞെടുപ്പുകൾ തോറ്റതിന് ശേഷമാണ് ഒരു മൂന്നാമതൊരു അവസരത്തിന് വരുന്നത്. ആ അവസരത്തിൽ അത് ജനങ്ങൾ നൽകുന്ന അവസരത്തെ പോസിറ്റീവായിട്ട് കണ്ടിട്ട് മാതൃകാപരമായ ഒരു സർക്കാർ രൂപീകരണത്തിന് പകരം അതിൻ്റെ നേതൃത്വം നൽകേണ്ടവർ തന്നെ പരസ്യമായി വിഴുപ്പലക്കാനുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ചെന്നിത്തലയുടെ ഗുണങ്ങളും അല്ലെങ്കിൽ VD സതീശൻ്റെ ഗുണങ്ങളോ കോട്ടങ്ങളോ, ഇപ്പോൾ സുധാകരൻ കഴിഞ്ഞ ദിവസം നേരിട്ട് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞതനുസരിച്ചിട്ട് ചെന്നിത്തലയും VD സതീശനും മുഖ്യമന്ത്രിയാകാൻ യോഗ്യനല്ല എന്ന് അദ്ദേഹം സ്ഥാപിച്ചു കഴിഞ്ഞു. കാരണം ചടിലമായി കാര്യങ്ങൾ നീക്കാനും എന്നുള്ള കഴിവ് ഇല്ലെന്ന്. അപ്പോൾ അത് KCക്കാണുള്ളത്, ഇവർക്കില്ലാന്ന് അദ്ദേഹം സ്ഥാപിച്ചു കഴിഞ്ഞു. അദ്ദേഹം KPCC പ്രസിഡന്റും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറുമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ ചെറുതായിട്ട് കാണാൻ പാടില്ല. അല്ല, VD സതീശന് ചടുലത ഇല്ലെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. അല്ല, അതെ, VD സതീശൻ പലപ്പോഴും KSU പ്രസിഡന്റ് ലെവലിലാണ് കാര്യങ്ങൾ ചടുലമായി നീക്കുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ സൂചിപ്പിച്ചതാണ്, നമ്മൾ ജനവിധിയെ ഒരിക്കലും നമ്മൾ ഈ അപമാനിക്കുന്ന തരത്തിലേക്ക് ഈ കേരളത്തിൽ നമുക്കൊരു വോട്ട് ബാങ്ക് ഉണ്ട് എന്നുള്ളത്, മുസ്ലിം ലീഗിന് വോട്ട് ബാങ്ക് ഉണ്ടെന്നുള്ളത് ശരിയാണ്. കോൺഗ്രസിന് ആ തരത്തിലൊരു ഗ്യാരണ്ടീഡ് വോട്ട് ബാങ്ക് ഒന്നുമില്ല. കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ വരുന്നെങ്കിൽ അത് കേരളത്തിലെ കഴിഞ്ഞ 10 വർഷത്തെ ഗവൺമെൻറ്റിനെതിരായ വികാരത്തിൻ്റെ പ്രതിഫലനമാണ്. അപ്പം ജനങ്ങൾ കോൺഗ്രസിൽ പ്രതീക്ഷ അർപ്പിക്കുന്നതാണ്. അത് നെഗറ്റീവ് ആണെങ്കിൽ പോലും ആ പ്രതീക്ഷയെ മാനിച്ചു കൊണ്ടുവേണം മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ മറ്റ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഇല്ലാതായതുപോലെ കേരളവും ഒരു കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പിന്നോട്ട് പോകുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും കോൺഗ്രസിന് മുന്നോട്ട് വരാൻ കഴിയുന്ന സാഹചര്യം വരും. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് തുടർച്ചയായി തോറ്റ ഒരു സംസ്ഥാനത്ത് കോൺഗ്രസ് തിരിച്ചു വന്നില്ല. അത് ഹരിയാനയിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലും ഉത്തർപ്രദേശിലാണെങ്കിലും മിക്ക സംസ്ഥാനങ്ങളിലും. കേരളത്തിൽ അതെ, മൂന്നാമതൊരു തിരഞ്ഞെടുപ്പിൽ പരാജയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയില്ല. അത് കോൺഗ്രസിൻ്റെ അവസാനം ആയിട്ടായിരിക്കും മാറുക. പല നേതാക്കളും മാറും. പഴയ കാലത്തൊന്നും BJPയിൽ പോകാൻ കോൺഗ്രസും CPMലെ ആൾക്കാർ ഒരു കോളേജ് തലത്തിൽ ഒരു AVP പരിപാടിക്ക് പോലെ SFIക്കാരൻ പോലെ. ഇപ്പോൾ നിലവിലുള്ള സിറ്റിംഗ് ഇടതുപക്ഷ MLA BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു, മുൻ CPM MLA മത്സരിക്കുന്നു. കോൺഗ്രസിലേക്ക് സമുന്നതരായ സീനിയർ നേതാക്കൾ കോൺഗ്രസ് പിന്തുണയിൽ ആലപ്പുഴയിലെ സുധാകരനെ പോലുള്ള ആളുകൾ മത്സരിക്കുന്നു. അതുകൊണ്ട് പുതിയ സാഹചര്യത്തിൽ കോൺഗ്രസ് പരാജയപ്പെടുകയാണെങ്കിൽ ഇതിൽ നിൽക്കുന്നവരൊക്കെ പുതിയ താവളങ്ങൾ തേടി പോകുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടാകും. അതുകൊണ്ട്
കിട്ടിയ അവസരത്തെ ജനവിധിയെ മാനിക്കുന്ന ഒരു സമീപനം കോൺഗ്രസിൻ്റെ നേതൃത്വം സ്വീകരിച്ചില്ലെങ്കിൽ അത് കേരളത്തോട് കാണിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. മാത്രമല്ല അവരുടെ ആത്മഹത്യാ നിലപാടുമായിരിക്കും. അതുകൊണ്ട് ഇത്തരം ശ്രമങ്ങളിൽ നിന്ന് കെ സി വേണുഗോപാൽ തന്നെ മാതൃകാപരമായ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം ഉണ്ടാകണം. അദ്ദേഹത്തിൻ്റെ പേരും കൂടെ വലിച്ചിഴച്ചുകൊണ്ടുള്ള ചർച്ചകൾ ഏതാണ്ട് ഇനി 24-ാം തീയതി വിധി വരുമല്ലോ. അപ്പോൾ അത്രയും ദിവസം കാത്തിരുന്നാൽ മതി. 10 ദിവസത്തെ കാര്യമേ ഉള്ളൂ എന്നൊരു നിലപാടെങ്കിലും സ്വീകരിച്ചാൽ നന്നായിരിക്കും. ഒരു ആരോഗ്യകരമായ ഒരു മുന്നണി രാഷ്ട്രീയത്തിന് യഥാർത്ഥത്തിൽ ശക്തമായ മുന്നണികൾ വേണം. അപ്പോൾ അത് ഇല്ലാതെ പോകുന്നത് കേരളത്തെ സീരിയസ് ആയിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതാണ് നമ്മൾ ഈ കോൺഗ്രസ് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുമോ ഇല്ലേ എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഞാൻ നോക്കി കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.